ഗൗതം അനന്തനാരായണൻ, ഇനിയത്തെ മണിക്കൂറുകൾ ധ്യാനം കഴിഞ്ഞ് മോദി ഡൽഹിയിലേക്ക് പറക്കും വരെയും തമിഴ്നാടും കേരളവുമൊക്കെ കന്യാകുമാരിയിലേക്ക് ഉറ്റുനോക്കിയിരിക്കും. ഒരു സംശയവും വേണ്ട. അതുതന്നെ വരാനിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ സൂചനയല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അധികാര കാലഘട്ടം വളരെ നിർണായകമാണ് രാജ്യത്തെ സംബന്ധിച്ച്. അദ്ദേഹം തന്നെ പലതവണ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെ കണ്ടതൊക്കെ ട്രെയിലറാണ്, ഇനിയും താൻ പല കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ പരമാധികാരം നിലനിൽക്കുന്നത് സംബന്ധിച്ചൊക്കെ വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്ന നാളുകളാണ് ഇനിയും വരാൻ പോകുന്നത്. സ്വാഭാവികമായും അതിന് മുന്നോടിയായി കന്യാകുമാരിയുടെ മണ്ണിൽ അദ്ദേഹം വന്ന് ധ്യാനിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെയുള്ള വളരെ ചരിത്ര പ്രാധാന്യങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഈ കന്യാകുമാരിക്കുള്ള അഭേദ്യമായ ബന്ധം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പല നിർണായകമായ ചുവടുവെപ്പുകൾക്കും കന്യാകുമാരി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം 1991 അദ്ദേഹം അവിടെ നിന്നും ആരംഭിച്ച ഏകതാ യാത്രയാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 80കളുടെ അവസാനമെന്ന് പറയുമ്പോൾ ജമ്മു കശ്മീരിൽ ഭീകരവാദം പത്തിവിടർത്തിയാടുന്ന കാലഘട്ടമാണ്. ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഒക്കെ പോലെയുള്ള യാസീൻ മാലിക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കശ്മീരി പണ്ഡിറ്റുകളെ കശ്മീരിൻ്റെ താഴ്വരയിൽ നിന്നും ആട്ടിയോടിച്ച് ഏതാണ്ട് 5 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ഹിന്ദുക്കൾ ഈ ഭാരതത്തിൽ അഭയാർത്ഥികളാകുന്ന ഒരു കാഴ്ച 80കളുടെ അവസാനത്തിൽ നമ്മൾ കശ്മീർ താഴ്വരയിൽ കണ്ടു. ജമ്മു കശ്മീർ വാലിയുടെ എല്ലാ മേഖലകളിൽ നിന്നും ഹിന്ദുക്കൾ ആട്ടിയോടിക്കപ്പെട്ട് അവർ ഡൽഹിയുടെ മരം കോച്ചുന്ന തണുപ്പിലും കടുത്ത ചൂടിലുമൊക്കെ ഈ നാട്ടിൽ അഭയാർത്ഥികളായി ഈ മണ്ണിൽ ജീവിക്കേണ്ട അവസ്ഥയൊക്കെ കശ്മീരി പണ്ഡിറ്റുകളുടെ ആ ദയനീയമായ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കശ്മീരിൻ്റെ മണ്ണിൽ ഭീകരവാദം പത്തിവിടർത്ത ആടുന്ന 80കളുടെ അവസാനത്തിലാണ് ഏകതാ യാത്ര BJP പ്ലാൻ ചെയ്തത്. അങ്ങനെ 1991 ഡിസംബർ മാസം 11-ാം തീയതിയാണ് ഈ കന്യാകുമാരിയിൽ നിന്നും നരേന്ദ്രമോദിയുടെയും അന്നത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനായ മുരളി മനോഹർ ജോഷിയുടെയും നേതൃത്വത്തിൽ ഏകതാ യാത്ര ആരംഭിക്കുന്നത്. ആ ഏകതാ യാത്ര കന്യാകുമാരിയിൽ നിന്നും 1991 ഡിസംബർ 11-ാം തീയതി ആരംഭിക്കുന്നു. അതിനുശേഷം പിന്നീട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ആ ദേശീയ പതാകയും വഹിച്ചുകൊണ്ടുള്ള യാത്ര ജമ്മു കശ്മീരിൽ എത്തുമ്പോൾ ജമ്മു കശ്മീർ അന്ന് തണുത്ത് മരച്ച് ജനുവരി മാസമാണ്, അതിഭീകരമായ തണുപ്പ് കാലഘട്ടമാണ്. ആ കാലത്ത് അവിടേക്ക് നരേന്ദ്രമോദിയും മുരളി മനോഹർ ജോഷിയും എത്തുന്ന ഘട്ടത്തിൽ യാസീൻ മാലിക് അടങ്ങുന്ന ഭീകരവാദികൾ അന്ന് വെല്ലുവിളിക്കുകയായിരുന്നു. ഒരു കാരണവശാലും ജനുവരി മാസം 26-ന് ലാൽ ചൗക്കിലോ ശ്രീനഗറിലോ കശ്മീർ താഴ്വരയുടെ ഒരു ഭാഗത്തും ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അന്ന് ഭീകരശക്തികൾ, ജിഹാദി ശക്തികൾ ജമ്മു കശ്മീരിന്റെ താഴ്വരയിൽ വെല്ലുവിളിച്ചത്. എന്നാൽ ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ മുരളി മനോഹർ ജോഷിയും ചേർന്ന് 1992 ജനുവരി മാസത്തിലെ ആ തണുത്ത പ്രഭാതത്തിൽ ജനുവരി 26-ന് ലാൽ ചൗക്കിലെ ക്ലോക്ക് ടവറിന് മുന്നിൽ നമ്മളുടെ ഭാരതത്തിന്റെ ദേശീയ പതാക പാറിപ്പറപ്പിച്ച ആ ചരിത്രം അതിന്റെ തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹം ധ്യാനിക്കുന്ന അവിടെ നിന്നാണ്. ഏതാണ്ട് 1892 നേരത്തെ ഉമേഷ് അതിന്റെ ചരിത്രം സൂചിപ്പിച്ചു. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ 1892 ഡിസംബർ മാസം 23, 24, 25 തീയതികളിൽ ആ പാറയിൽ അദ്ദേഹം 3 ദിവസം ധ്യാനിക്കുകയും അതിനുശേഷം ആ സമുദ്രം നീന്തിക്കടന്നു വന്നാണ് പിന്നീട് അടുത്ത വർഷത്തിൽ അദ്ദേഹം ചിക്കാഗോ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ഭാരതത്തിന്റെ ശക്തി എന്താണ് എന്ന് ലോകമത സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതോടുകൂടി ലോകം അത് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ ആ പാറയിൽ ധ്യാനിച്ച ശേഷം ആ സമുദ്രത്തിന്റെ കൃത്യമായ മധ്യത്തിലുള്ള പാറയിൽ ധ്യാനിച്ച് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഏതാണ്ട് 100 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏകതാ യാത്രയ്ക്ക് അതേ വിവേകാനന്ദ പാറയിൽ നിന്ന് തുടക്കം കുറിച്ചത് എന്നത് അത് വല്ലാത്തൊരു ചരിത്രമാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. സ്വാഭാവികമായും ഞാൻ സൂചിപ്പിച്ചു വന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലും വളരെയധികം വഴിത്തിരിവുകൾക്ക് കാരണമായ ഒന്നാണ് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് ജമ്മു കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് വിജയകരമായി അവസാനിച്ച ഭീകരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഭീകരവാദികളുടെ മടിത്തട്ടിൽ പോയി അവിടെ നിന്ന് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ദേശീയ പതാക ഉയർത്തിയ നരേന്ദ്രമോദിയുടെ ആ ചരിത്രം അതിന് തുടക്കം കുറിച്ചത് ഇന്ന് അദ്ദേഹം ധ്യാനിക്കുന്ന വിവേകാനന്ദ പാറയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ വരുന്ന 5 വർഷക്കാലം വളരെ സുപ്രധാനമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തീരുമാനങ്ങൾ പ്രധാനമന്ത്രി കൈക്കൊള്ളാൻ പോകുന്നു. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ വിവേകാനന്ദ പാറ അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്, സിജു ഉമേഷ്, ഈ നേരത്തെ സിജു ഉമേഷ് പറഞ്ഞ ഉത്തരത്തിൻ്റെ തുടർച്ചയായൊരു ചോദ്യമാണ്, കന്യാകുമാരി ഇനി മറ്റൊരു കഥ പറയുമോ?
തീർച്ചയായും അതിലൊരു തർക്കവുമില്ല. അത് നേരത്തെ പല ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലക്ഷദ്വീപ് അതിന് വലിയൊരു ഉദാഹരണമാണ്. വലിയ ക്യാമ്പയിനുകളിലേക്ക് പോയതും ലക്ഷദ്വീപ് വിനോദസഞ്ചാര മേഖലയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ട കേന്ദ്രമായി മാറിയതും വളരെ അടുത്ത കാലത്തൊരു ഉദാഹരണമായതുകൊണ്ട് വളരെ വേഗം എല്ലാവർക്കും മനസ്സിലാകുന്നതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് തന്നെ പറയുന്നത്. മറ്റൊന്ന്, കന്യാകുമാരി നേരത്തെ പറഞ്ഞല്ലോ, കന്യാകുമാരി ഇത്രയും നാൾ അറിഞ്ഞിരുന്നത് എങ്ങനെയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ കന്യാകുമാരി എന്താണെന്ന തരത്തിലേക്ക് ചർച്ച ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം വലിയ സാംസ്കാരിക പ്രാധാന്യം, ആധ്യാത്മിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി എന്നുള്ളത്. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ശംഖുമാലയും മുത്തുമൊക്കെ ലഭിക്കുന്ന കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമായി ഇപ്പോഴത്തെ തലമുറ അതിനെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇനി മുതൽ മാറുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കന്യാകുമാരി എന്നത്? അത് സ്വാമി വിവേകാനന്ദൻ്റെ സാന്നിധ്യം കൊണ്ട്, ശ്രീപാദപ്പാറയുടെ പ്രത്യേകത കൊണ്ട്, ഒപ്പം സ്വാമി വിവേകാനന്ദന് ഈ പറഞ്ഞ പോലെ തന്നെ ആത്മബോധം ലഭിച്ച സ്ഥലം എന്നത് അതൊരു പ്രത്യേകത. ഒപ്പം 51 ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് കന്യാകുമാരി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അത് അധികം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാന ആധ്യാത്മിക കേന്ദ്രമാണ്. അത്തരത്തിലേക്ക് കൂടി ചർച്ച ഇനിയിപ്പോൾ മാറുമെന്നതിൽ സംശയമൊന്നുമില്ല. ഭാരതത്തെ സംബന്ധിച്ച് ശക്തി കേന്ദ്രങ്ങൾക്കുള്ള പ്രാധാന്യം, ദേവിയുടെ 51 ഭാവങ്ങൾ കുടികൊള്ളുന്ന, അത് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ, പാകിസ്ഥാനും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെയായി അങ്ങനെ 51 ശക്തി കേന്ദ്രങ്ങളുടെ പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി. അങ്ങനെ എല്ലാ തരത്തിലും കന്യാകുമാരിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നത് ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ആളുകളെ ആകർഷിക്കാനാണെങ്കിലും ഇനി ആധ്യാത്മികത തേടിയെത്തുന്ന ആളുകൾക്കാണെങ്കിലും അതിനുള്ള ഉത്തരവും കന്യാകുമാരി നൽകുമെന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും തർക്കമില്ല. കാരണം കന്യാകുമാരിയുടെ സൗന്ദര്യം എന്താണ് എന്നത് ഇന്ന് വൈകുന്നേരത്ത് ലോകരാജ്യത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കന്യാകുമാരിയുടെ ആ തീരത്ത് നിന്നുള്ള പ്രകൃതി രമണീയമായ കാഴ്ച എത്രത്തോളം മനോഹരമാണ് എന്നത്. അത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ച്. മറ്റൊന്ന്, പ്രധാനമന്ത്രി അവിടെ എത്തിയത് ധ്യാനിക്കാനാണ് എന്നതുകൊണ്ട് തന്നെ ആധ്യാത്മിക കേന്ദ്രം എന്ന നിലയിൽ കൂടി കന്യാകുമാരി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാര്യത്തിലേക്കും ചർച്ച പോകുന്നു എന്നതുകൊണ്ട് തന്നെ കന്യാകുമാരി പ്രധാനമന്ത്രി വരുന്നതിന് മുൻപും പ്രധാനമന്ത്രി വന്നതിന് ശേഷവും 2 തരത്തിലാകും അറിയപ്പെടുക എന്നതിന് തർക്കമൊന്നും വേണ്ട. കൃഷ്ണരാജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ വാരണാസി പോലും ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. വാരണാസി ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന് തന്നെ പറയും. എന്നാൽ വാരണാസി ഇതിന് മുൻപ് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തി വാരണാസിയുടെ സമഗ്ര മാറ്റത്തിന് വഴിതെളിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു വാരണാസി, ഇപ്പോഴെന്താണ് വാരണാസി എന്നത് അവിടെ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഗംഗാ നദിയിലേക്ക് ഇറങ്ങാൻ അറയ്ക്കുന്ന തരത്തിലേക്ക് ആ പരിപാവനമായ ഇടങ്ങളൊക്കെ മാറിയിരുന്നാൽ ഇപ്പോൾ ലോകത്തിന് മുൻപിലേക്ക് ഭാരതത്തിന് അഭിമാനത്തോടുകൂടി എടുത്തു കാണിക്കാൻ കഴിയുന്ന മാനബിന്ദുവായി എങ്ങനെയാണോ വാരണാസി കാശി മാറിയത്, അതിന് സമാനമായ രീതിയിലേക്ക് കന്യാകുമാരിയും മാറുകയാണ്. കന്യാകുമാരിയുടെ ചർച്ച ചെയ്യപ്പെടേണ്ട, കന്യാകുമാരി അറിയപ്പെടേണ്ട ഏതൊക്കെ തരത്തിലേക്കാണോ ആ തരത്തിലേക്ക് മുഴുവൻ ആളുകളെയും, തങ്ങളെ എതിർക്കുന്നവരെയാണെങ്കിലും അനുകൂലിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ അത്തരം ചർച്ചകൾക്ക് വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. എതിർക്കുന്നവർക്കാണെങ്കിൽ പോലും കന്യാകുമാരി എന്താണെന്ന് കൂടി പറയേണ്ട സാഹചര്യത്തിലേക്ക് പ്രധാനമന്ത്രി കാര്യങ്ങളെ എത്തിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ കന്യാകുമാരി ഇനി വലിയ പ്രാധാന്യം നേടും. ഇനി കന്യാകുമാരി അറിയപ്പെടേണ്ട തരത്തിലേക്ക് ശ്രീപാദപ്പാറ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ആ കാര്യങ്ങളിലേക്കൊക്കെ ഇനി ചർച്ച പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കൃഷ്ണരാജ്, ഗൗതം, ഇതേ ചോദ്യത്തിൻ്റെ മറ്റൊരു വശത്തിലേക്കാണ്. ഈ കന്യാകുമാരിയിലേക്ക് വരാനിരിക്കുന്ന വലിയ ശൃംഖലകളുടെ വിളിച്ചു പറയലോ നിശബ്ദമിരിക്കുന്ന ധ്യാനം? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് കന്യാകുമാരിയുടെ പ്രാധാന്യവും മറ്റും പുതുതലമുറയ്ക്ക്, പ്രത്യേകിച്ച് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുക എന്ന ഒരു ലക്ഷ്യം കൂടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ധ്യാനത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ കന്യാകുമാരി സമുദ്രത്തിന് മധ്യത്തിലായി, ഈ സമുദ്ര സംഗമം ഉള്ള ഈ സമുദ്രത്തിന് നടുവിൽ ഇത്തരത്തിൽ ഒരു വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് ധ്യാനത്തിന് എത്തിയതോടുകൂടി ഏക്നാഥ് റാൻഡെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകന്മാർ, മറ്റ് ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ആചാര്യന്മാർ, ഇവരൊക്കെ എത്രത്തോളം വിയർപ്പൊഴുക്കിയാണ് ഈ കന്യാകുമാരിയുടെ മണ്ണിൽ ഇത്തരം ഒരു സ്മാരകം നിർമ്മിച്ചത് എന്നതിനെപ്പറ്റി സജീവമായ ചർച്ചകൾ നമ്മളുടെ ജനം ടി വിയിൽ ഉൾപ്പെടെ നടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഘടകമാണ്. സ്വാഭാവികമായും ഇത്തരം ചർച്ചകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം ഈ ഏക്നാഥ് റാൻഡെയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി നേരത്തെ ഉമേഷ് വിശദീകരിച്ചിരുന്നു. അന്ന് 1960കളിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടാണ് കന്യാകുമാരിയുടെ മണ്ണിൽ സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്മാരകം വേണം എന്ന വികാരം സ്വാഭാവികമായും ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച്
ദക്ഷിണ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ അത്തരം ഒരു വികാരം രൂപപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏക്നാഥ് റാൻഡെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഘട്ടത്തിൽ അതിനോട് മുഖം തിരിച്ചു നിന്ന ഭാരതത്തിലെ ഒരേ ഒരു സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ ചരിത്രമെല്ലാം നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. ബാക്കി മുഴുവൻ സർക്കാരുകളും അതിൽ വളരെ രസകരമായ ഒരു സംഭവം എന്നത് അതേ സമയത്ത് പശ്ചിമ ബംഗാളിൽ അധികാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പിന്നീട് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു, നമുക്കറിയാം ഭാരതത്തിൽ ഏറ്റവും അധികം കാലം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഏതാണ്ട് 20 വർഷക്കാലം തുടർച്ചയായ ഒരു സംസ്ഥാനത്തിന്റെ 23 വർഷക്കാലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന ജ്യോതി ബസു പോലും ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിനായി പണം നൽകുന്ന അല്ലെങ്കിൽ പണം നൽകി സംഭാവന നൽകിക്കൊണ്ട് അതിനോട് അനുകൂലമായ ഒരു പ്രതികരണം സ്വാഭാവികമായി ഉണ്ടായി. നമുക്കറിയാം വിവേകാനന്ദന്റെ ജന്മദേശം കൂടിയാണ് ബംഗാൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയാണ്. സ്വാഭാവികമായും അതുകൂടി കണക്കിലെടുത്തിട്ടാകാം എന്തായാലും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണ ഈ സ്മാരകം നിർമ്മിക്കുന്നതിനുണ്ടായിരുന്നു. പക്ഷെ വളരെ ശ്രദ്ധേയമെന്നത് കന്യാകുമാരി മുൻപ് കേരളത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ കേരളത്തിൽ രണ്ടാമത് അധികാരത്തിലെത്തി രണ്ടാം EMS സർക്കാർ, ആദ്യത്തെ EMS സർക്കാരിന്റെ കാലത്തല്ല ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണപ്പിരിവോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളോ ധനസമാഹരണമോ ഒന്നും നടക്കുന്നത് ഏതാണ്ട് 60കൾക്ക് ശേഷമാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദിക്ക് ശേഷമാണ്. 67-ൽ കേരളത്തിൽ രണ്ടാം EMS സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ ഏക്നാഥ് റാൻഡെ ആ കാലത്ത് അദ്ദേഹം ഭാരതത്തിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും കണ്ടു, അന്നത്തെ പ്രധാനമന്ത്രിയെ കണ്ടു. ഇവരെല്ലാം അനുകൂലമായ നിലപാടും തീരുമാനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്ന പല രീതിയിലുള്ള സഹായങ്ങൾ അതിന് നൽകി. പക്ഷെ അന്ന് അതിനോട് മുഖം തിരിച്ചു നിന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടാണ്. ഏക്നാഥ് റാൻഡെ തന്നെ പിന്നീട് അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞത് ഒരു പാറ പോലെ ഒരു വികാരവും ഇല്ലാതെ EMS ഇരിക്കുകയായിരുന്നു എന്നതാണ്. കാരണം അദ്ദേഹം ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശിഷ്ട വ്യക്തികളെ കണ്ടു, സാധാരണ ജനങ്ങളെ കണ്ടു. വിശാലമായ സമ്പർക്കമാണ് ഇതിനുവേണ്ടി നടന്നത്. മന്നത്ത് പത്മനാഭനെ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിലും സമ്പർക്കം നടന്നു. പക്ഷേ ഒരു പാറ പോലെ ഒരു വികാരവും ഇല്ലാതെ 1 രൂപയുടെ സഹായം പോലും ചെയ്യാതെ മുഖം തിരിച്ചു നിന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ അന്ന് രണ്ടാമത്തെ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ EMS ആയിരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട് പുതുതലമുറയിലേക്ക് എത്തിക്കുവാൻ നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു. മാത്രമല്ല നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചിരുന്നു, അവിടെ ആ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി അരയ സമുദായത്തിൽപ്പെടുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ കോഴിക്കോട്, ബേപ്പൂർ, അതോടൊപ്പം തന്നെ കൊയിലാണ്ടി തുടങ്ങിയ വടകര തുടങ്ങിയ തീരപ്രദേശങ്ങൾ, ആ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള അരയ സമൂഹത്തിൽപ്പെടുന്ന ധീരന്മാരായ ആളുകൾ കന്യാകുമാരിയിലേക്ക് കൊതുമ്പുവള്ളം തുഴഞ്ഞെത്തുകയും പിന്നീട് ആ പാറയിലെത്തി അവിടെ അധിനിവേശ ശക്തികൾ സ്ഥാപിച്ച ചില സ്തൂപങ്ങൾ എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഈ വരവിലൂടെ ഇത്തരം വിഷയങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഇന്ന് 3 മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തി, അതിനുശേഷം വളരെ സജീവമായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ കന്യാകുമാരിയെ പറ്റിയാണ് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും കന്യാകുമാരിയുടെ പ്രാധാന്യം അത് പുതുതലമുറയിലേക്ക് പകർന്നു നൽകുവാൻ എങ്ങനെ അവിടെ ഒരു സ്മാരകം സ്വാമിജിയുടെ പേരിൽ ഉണ്ടായി, സ്വാമിക്കും കന്യാകുമാരിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്താണ്, ഒപ്പം ആ പ്രദേശത്തിന് നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശക്തിപീഠങ്ങളിൽ ഒന്നായ ആ പ്രദേശത്തിന്റെ ആത്മീയമായ ചൈതന്യം എന്താണ്, ഒപ്പം അതിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിയുടെ ഈ ഒരു യാത്രയ്ക്കുണ്ട്. കൃഷ്ണരാജ്. CG ഉമേഷ്, ഈ സൈബറിടങ്ങളിൽ കണ്ട ചില വാക്കുകൾ ചേർത്ത് വെച്ച് കൗതുകത്തിന് വേണ്ടി ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് മോദിയുടെ ധ്യാനമെന്ന് പ്രതിപക്ഷം, ഇന്ത്യ മുന്നണിയൊക്കെ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ശരി, നിങ്ങളും പോയി ധ്യാനമിരുന്നോളൂ, കാശിയിലോ കന്യാകുമാരിയിലോ കേദാർനാഥിലോ ഒക്കെ ഒന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ചോദ്യം ഉന്നയിച്ചാൽ, അങ്ങനെ ഒരു അവസരം കൊടുത്താൽ ആര് പോയിരിക്കും? രാഹുലോ, ഖർഗയോ, കെജ്രിവാളോ, മമതയോ? അതിനെങ്കിലും പെട്ടെന്നൊരു ഉത്തരം തരാൻ അവർക്കാകുമോ? ഈ രാഹുൽ നയിച്ച ജോഡോ യാത്ര അത് ഏറെ രസകരമായിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് അത് അങ്ങനെ കാശ്മീരിലേക്ക് പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തിനനുസരിച്ച് പ്രചന്നവേഷധാരിയായ രാഹുലിനെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വാരണാസിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ താടിയും മുടിയും വളർത്തി കാവിക് ഷാളൊക്കെ പുതച്ച് അങ്ങനെ നടക്കുന്ന ഒരു രാഹുലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യ മുന്നണിയെ തന്നെ സീതാറാം യെച്ചൂരിയൊക്കെ മഹാരാഷ്ട്രയിൽ അവരുടെ യോഗത്തിനെത്തിയപ്പോൾ സിന്ദൂര തിലകം ചാർത്തി അവരെ സ്വീകരിക്കുന്ന കണ്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പോഴത്തെ
സാഹചര്യത്തിനനുസരിച്ച് ഇത്തരം വേഷങ്ങൾ കെട്ടാൻ ഇവർക്കൊന്നും യാതൊരു മടിയുമില്ല എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ കൊണ്ട് സത്യമാണ്. എന്നാൽ ഇവിടെ പറ്റിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് ഇത്തരം ആധ്യാത്മിക കേന്ദ്രങ്ങളും ഇത്തരം ആത്മീയതയുമാണ് എന്ന് തിരിച്ചറിയുന്നതിൽ ഈ മുന്നണികൾക്കൊക്കെ പറ്റിപ്പോകുന്ന വലിയൊരു പാളിച്ചുണ്ട്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിനെ സ്വാധീനിക്കാൻ അതല്ലെങ്കിൽ ഹൈന്ദവ വികാരം ഉണർത്തുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുവെന്ന രാഷ്ട്രീയമായി ആരോപിക്കുമ്പോൾ മനസ്സിലാക്കാത്ത പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തലമുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ വേഷം കെട്ട് മാത്രം അങ്ങനെയല്ല ഇതിനെ ചിത്രീകരിക്കേണ്ടത്. മറിച്ച് ഇതിൻ്റെ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, ഇതാണ് യഥാർത്ഥ ശരിയെന്ന് അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് തിരിച്ചറിയാൻ ഭാരതത്തിലെ ജനതയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ജനത അവരെ മനസ്സിൽ ചേർത്ത് വെക്കുന്നതും അതിന് കൃത്യമായ പിന്തുണ നൽകുകയും ചെയ്തു. മറിച്ച് മറുഭാഗത്തേക്ക് വന്നാൽ രാഹുൽ നടത്തുന്നതും സീതാറാം യെച്ചൂരിയൊക്കെ നടത്തുന്നതും വേഷം കെട്ടാണ് എന്ന് കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ പ്രവർത്തിയിൽ നിന്ന് മനസ്സിലാകുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് നേരത്തെ ഗൗതമൊക്കെ സൂചിപ്പിച്ച പോലെ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ശക്തിയെ മോശമായി ചിത്രീകരിക്കണം എന്നൊക്കെ പറയാൻ ധൈര്യം ലഭിക്കുന്നത് എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത, എന്താണ് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത്, ഈ ഭൂരിപക്ഷം ജനതയുടെ മാനസിക വികാരം എന്താണ് യഥാർത്ഥത്തിൽ ഭാരതം മുന്നോട്ട് വെക്കേണ്ട കാഴ്ചപ്പാട് എന്താണെന്നതൊക്കെ തിരിച്ചറിയുന്നതിന് കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഒക്കെ അത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോഴാണ് ഇത്തരം മൂല്യച്യുതികളിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതും. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJP-ക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മേൽക്കൈ നേടാനും ഒരു അപ്രമാദിത്വം ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നത്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളുടെ ചരിത്രം നേരത്തെ നമ്മൾ പലകുറി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ 2014 ശേഷം ഭാരതത്തെ ഒന്ന് പരിശോധിച്ചാൽ 2014 ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഭാരതത്തിന് വന്നുപോയ മാറ്റം ഏതൊക്കെ തരത്തിലാണെന്നത്. റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയിലാണെങ്കിൽ, അങ്ങനെ സമസ്ത മേഖലയിലും മാറ്റം കൊണ്ടുവന്നതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രങ്ങളിലും ഇത്തരം സമഗ്രമായ മാറ്റങ്ങൾക്ക് വേദിയായി. നേരത്തെ നമ്മൾ ചില സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞ പോലെ 2018 മുൻപ് കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്താണ്? മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്നത് ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങളുള്ള ഒരു വലിയ പ്രദേശമെന്നാണ്. എന്നാൽ യോഗി സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവിടേക്ക് പോയാൽ, അല്ലെങ്കിൽ BJP സർക്കാർ, മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവിടേക്ക് പോയാൽ അവിടെ കാണുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ചില കെട്ടിടങ്ങളും ഒപ്പം തന്നെ മാലിന്യ കുമ്പാരമായ ചില കുളങ്ങളും ഒക്കെ. എന്നാൽ പിന്നീട് അവിടെ BJP സർക്കാർ അധികാരത്തിൽ വരികയും കേന്ദ്ര സർക്കാർ ഈ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ കുരുക്ഷേത്രത്തിലേക്ക് ചെന്നാൽ അവിടെ കാണുന്നത് എന്താണ്? അത് വലിയൊരു ആധ്യാത്മിക കേന്ദ്രമാക്കി അവിടെ മാറുന്നു. അവിടെ ഗീതോപദേശത്തിന് സാക്ഷ്യം വഹിച്ച ആൽമരം ഉണ്ടെന്നാണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത്. 5000 വർഷത്തിലധികം പഴക്കമുള്ള ആൽമരം അവിടെയുണ്ട്. ആ ആൽമരത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നു. അവിടേക്ക് വിദേശികൾ അങ്ങനെ ഒഴുകിയെത്തുന്നു. അങ്ങനെ ആധ്യാത്മിക കേന്ദ്രം എന്ന നിലയിൽ അവിടെ വലിയ തോതിൽ അറിയപ്പെടുന്നു. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രം എന്ന രീതിയിലും ഒരേപോലെ തന്നെ അവിടെ പ്രാധാന്യം നേടുന്നത് ആ സംസ്ഥാനത്തിന് പോലും വികസനത്തിന് കാരണമാകുന്ന രീതിയിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ഗുണങ്ങൾ രാഷ്ട്രത്തിന് നൽകുന്നു. അത് സാമ്പത്തികമായാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആധ്യാത്മികമായാണെങ്കിൽ അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം, ഈ സത്യം മനസ്സിലാക്കാൻ കോൺഗ്രസിനും ഒപ്പം CPM-നും ഒന്നും കഴിയുന്നില്ല. അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ ഹാൻഡിലൂടെ ട്രോളുകയല്ലാതെ ഇതിൻ്റെ യഥാർത്ഥ വശം തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇഴുകിച്ചേരാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതുള്ളതാണ് ഭാരതത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇവർ ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ ദ്രവിച്ച് ഇല്ലാതാകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃഷ്ണരാജ്. ഗൗതം അനന്തനാരായണൻ, ഈ ഡിജിറ്റൽ യുഗത്തിൽ, ഈ അത്യാധുനിക കാലത്ത് ഒരാൾ ധ്യാനമിരുന്ന് ലോകശ്രദ്ധ നേടുന്നുവെങ്കിൽ അതിനെ എന്തു പറയണം? കൃഷ്ണരാജെ, അതായത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള നീക്കം നടക്കുന്നു. 5ാമത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. സൈനിക ശക്തിയിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. അതോടൊപ്പം കായിക മേഖലയിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകുന്നു. ഡിജിറ്റൽ രംഗത്താണെങ്കിലും നമുക്കറിയാം 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തി. അദ്ദേഹം ഈ ഡിജിറ്റൽ ബാങ്കിങ് ഇടപാടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അന്ന് രാജ്യത്തെ പല പ്രതിപക്ഷ നേതാക്കന്മാരും വളരെ പുച്ഛത്തോടു കൂടിയാണ് സംസാരിച്ചത്. മാത്രമല്ല കേരളത്തിൽ ഈ തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയൊക്കെ വളരെ പുച്ഛത്തോടു കൂടി സാധാരണ കച്ചവടക്കാർ എങ്ങനെയാണ് ഈ പേടിഎം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റുക, അവരെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന വീഡിയോകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് വീണ്ടും പലരും കുത്തിപ്പൊക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് പണമിടപാട്, ഡിജിറ്റൽ പണമിടപാട് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ഭാരതത്തിലെ വിദൂരമായ ഗ്രാമപ്രദേശങ്ങളിൽ പോലും
ഡിജിറ്റൽ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവ് എന്നത് ആത്മീയതയും ആധ്യാത്മികതയുമാണ്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഈ രാജ്യത്തിന്റെ സംസ്കാരവും മറ്റും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടാകണമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. അല്ലാതെ പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കപ്പെടണം എന്നൊരു സന്ദേശം ഒരു കാരണവശാലും അദ്ദേഹം നൽകുന്നില്ല എന്നത് ഒരുപക്ഷെ മറ്റു പല മുൻ പ്രധാനമന്ത്രിമാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന അതുതന്നെയാണ്. അതായത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയിലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പുരോഗതിയാണ് നമുക്ക് വേണ്ടത്. അതായത് കൃത്യമായ മഹാത്മാഗാന്ധി പറഞ്ഞ അതേ ആശയങ്ങൾ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. പല കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരാരും ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ആശയത്തെ നടപ്പാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗാന്ധിയുടെ പാതയിലൂടെ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. കാരണം നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള നമ്മുടെ ദേശീയതയ്ക്ക് ഘടകവിരുദ്ധമായി റഷ്യയെയും ചൈനയെയും ഒക്കെ മാതൃകയാക്കുന്ന രീതിയിലുള്ള പുരോഗതിയിലാണ് 16 വർഷവും 256 ദിവസവും ഈ രാജ്യം ഭരിച്ച ജവഹർലാൽ നെഹ്റു ഒക്കെ ആകൃഷ്ടനായിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നീട് വന്ന പല പ്രധാനമന്ത്രിമാരും ഇതേ പാത തന്നെയാണ് പിന്തുടർന്നത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാജ്യത്തിന്റെ ആത്മീയതയെ മുറുകെ പിടിക്കുന്ന ഒരു നേതാവാണ്. ഈ രാഷ്ട്രത്തിന്റെ ആത്മീയത തന്നെയാണ് ഭാരതത്തിന് ഏറ്റവും അധികമായി ഈ ലോകത്തിന് സംഭാവന ചെയ്യാനുള്ളത് എന്ന മഹത്തായ സന്ദേശം നൽകുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തേത്. സ്വാഭാവികമായും അദ്ദേഹം ഈ ശൈലി വരും നാളുകളിലും തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പൂർണ്ണമായും ഡെവലപ്മെന്റിനെ, വികസനത്തെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിൽ പോലും പേടിഎമ്മും ഒക്കെ വേണം, അല്ലെങ്കിൽ കൃത്യമായി മൊബൈൽ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം, ബാങ്ക് അക്കൗണ്ടുകൾ വേണം എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ്. ജൻധൻ അക്കൗണ്ടൊക്കെ നമുക്കറിയാം. അങ്ങനെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളും ആധുനികതയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സർക്കാരാണ്. അതിനൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സംസ്കാരവും ഈ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കൃതിയും ഉയർത്തിപ്പിടിച്ച് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വേണം ഈ ലോകത്തെ നമ്മൾ നോക്കിക്കാണാൻ, അല്ലെങ്കിൽ ഈ ലോകത്തുണ്ടാകുന്ന മറ്റു പുരോഗതികളെ നമ്മൾ ഉൾക്കൊള്ളാൻ. അല്ലാതെ ഇവിടുത്തേത് മുഴുവൻ മോശമാണ്, ഇവിടുത്തേത് ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് പൂർണ്ണമായി തന്നെ പാശ്ചാത്യവൽക്കരിക്കപ്പെടരുത് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നത് കൃത്യമായി ഒരിക്കൽ കൂടി കൃത്യമായി അടിവരയിട്ട് പറയുന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ കന്യാകുമാരി സന്ദർശനം. കൃഷ്ണരാജ്. റിജുമേഷ്, ഈ ധ്യാനം രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന എതിരാളികളുടെ ആരോപണം ശരിവെക്കാം. അങ്ങനെയെങ്കിലും അത് രാഷ്ട്രത്തിന് വേണ്ടിയല്ലേ? ഈ 10 വർഷക്കാല സമീപകാല ചരിത്രം അതല്ലേ ഓർമ്മിപ്പിക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ 10 വർഷം 2 മോദി സർക്കാരുകളുടെ കാലഘട്ടം പരിശോധിച്ചാൽ ഒരു അഴിമതി പോലും, ഈ രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ അങ്ങനെ പലതും ഉന്നയിക്കാമെങ്കിൽ പോലും അത് തുറന്നു കാട്ടാൻ പറ്റുന്ന ഒരു അഴിമതിയിലേക്ക് പോലും രാജ്യത്തെ നയിച്ചിട്ടില്ല എന്നതൊരു ശ്രദ്ധേയമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിലേക്ക്, അത് കണക്കുകൾ നിരത്തിന് BJPയുടെ രാഷ്ട്രീയ അവകാശവാദം മാത്രമല്ല, അത് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കണക്കുകൾ കൂടിയുണ്ട്. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം പോലും ഇരട്ടിയാകുന്നു. രാജ്യത്തെ റോഡുകളുടെ നിർമ്മാണം, അത് എല്ലാ ദിവസവും ഏതാണ്ട് 100 കിലോമീറ്ററോളം റോഡുകൾ രാജ്യത്ത് മുഴുവൻ നിർമ്മിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പൂർത്തിയാകാതെ കിടന്ന ദേശീയപാത നിർമ്മാണം അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ അവകാശവാദമൊക്കെ പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതുപോലും യാഥാർത്ഥ്യമാകുന്നു. കേരളത്തെ പോലൊരു സംസ്ഥാനത്തിൽ ഇത്ര വലിയ തോതിൽ ഒരു റോഡ് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ റോഡുകൾ സ്വപ്നതുല്യമായ പാതകൾ, എക്സ്പ്രസ് വേകളുടെ കാര്യത്തിലാണെങ്കിൽ സ്വപ്നതുല്യമായ വർധനവുണ്ടാകുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയെപ്പറ്റി പരിശോധിച്ചാലും ആരോഗ്യ മേഖലയിൽ എയിംസുകളുടെ എണ്ണത്തിൽ വലിയ വർധന, ഇരട്ടിയിലധികം വർധനയുണ്ട്. അതായത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന 60 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ആ 60 കൊല്ലം കൊണ്ട് നേടിയെടുത്തതിലും എത്രയോ ഇരട്ടിയാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ മേഖലകളിലും. വിദ്യാഭ്യാസ മേഖലയിൽ IIT ഉൾപ്പെടെയുള്ള IIM ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, റോഡുകളുടെ കാര്യത്തിൽ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെ ചർച്ച ചെയ്യും. ശൗചാലയങ്ങളുടെ പ്രശ്നം, അത് നോക്കൂ, ഈ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന അവരുടെ ചില മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ചില ക്യാമ്പയിനുകൾ, അത് ശൗചാലയങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സാനിറ്ററി നാപ്കിനുകൾ വിതരണം ചെയ്യുന്നു, വീടുകൾ നിർമ്മിക്കുന്നു, കുടിവെള്ളം നൽകുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശുചിമുറികൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കോടിക്കണക്കിന് ശുചിമുറികൾ നിർമ്മിക്കുന്നു. കേരളത്തിൽ ശുചിമുറികൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആക്ഷേപത്തോടു കൂടി അല്ലെങ്കിൽ അല്പം കളിയാക്കലിലൂടെ പറയുന്ന
ചില കാര്യങ്ങൾ കേന്ദ്രം ചില മന്ത്രിമാരൊക്കെ ശൗചാലയ നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ അത് ട്രോളുകളായി കേരളത്തിൽ മാറുന്നു. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് അവിടുത്തെ സ്ത്രീ സമൂഹം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നേരിട്ടിരുന്ന വലിയ വെല്ലുവിളി, വലിയ ബുദ്ധിമുട്ടുകൾ, ഈ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത്. അതിന് എന്താണ് പ്രതിവിധി എന്ന് ചിന്തിച്ച് അത് ചർച്ചയാക്കുകയും അത് അവിടെ കൊണ്ടുവരികയും ചെയ്തു. ശുചിമുറികൾ, കോടിക്കണക്കിന് ശുചിമുറികൾ നിർമ്മിക്കുന്നു. ചില ട്രോളുകളിൽ പരസ്യവാചകം എവിടെ ചിന്തിക്കുന്നു അവിടെ ശുചിമുറി എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു. അവിടെ ലക്ഷക്കണക്കിന് ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നു, ഗ്യാസ് കണക്ഷനുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന പദ്ധതികളിലൂടെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാർ അതിന് പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ആധുനികവൽക്കരണത്തിന്റെ രീതിയിലേക്കും ഭാരതം കടന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് വാക്സിൻ കണ്ടുപിടിക്കുന്നതാണെങ്കിലും പിന്നീട് ഇന്ന് പുറത്തു വന്ന വാർത്തയാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ക്രയോജനിക് എഞ്ചിനുകൾ നിർമ്മിച്ചുകൊണ്ട് റോക്കറ്റ് വിക്ഷേപണത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഭാരതം മുന്നോട്ട് പോകുന്ന ഒരു 10 വർഷമാണ് ഇപ്പോൾ കണ്ടത്. BJPയുടെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ, മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ വികസനത്തിന്റെ പുതിയൊരു തലം ഭാരതത്തിന്, പരിചിതമല്ലാത്തൊരു തലം ഭാരതത്തിന് നൽകിയ 10 വർഷമാണ് കടന്നു പോയത്. അതുകൊണ്ട് തന്നെ ധ്യാനം മാത്രമല്ല, ഇനി ധ്യാനം അത് രാഷ്ട്രീയമാണ് എന്ന് കൃഷ്ണരാജ് പറഞ്ഞ പോലെ സമ്മതിച്ചാലും ധ്യാനം മാത്രമല്ല നടക്കുന്നത്, എന്താണ് ഒരു രാഷ്ട്രത്തിൽ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്, ആ കാര്യം കൂടി നടക്കുന്നു എന്ന അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് 1892 കന്യാകുമാരിയിലെത്തിയ സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി കടന്നു ചെന്ന് ധ്യാനമിരുന്ന അതേയിടത്ത് പ്രധാന സേവകൻ നരേന്ദ്രമോദിയും ധ്യാനമിരിക്കുന്നു. 1 മണിക്കൂർ പിന്നിടുന്നു. രാഷ്ട്രീയ ഭാരതമാകെ അവിടേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു. വിവേകാനന്ദൻ ഒരു പുതിയ തത്വസംഹിത രൂപപ്പെടുത്തിയ അതേയിടത്ത് അതുപോലൊന്ന് മോദി പറയാതെ പറയുന്നു, ഈ കന്യാകുമാരിയെ ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന്. വിവരങ്ങളും വിശകലനങ്ങളുമായി ഒപ്പം ചേർന്നത് CG ഉമേഷ്, അഖിൽ പാലോട്ടുമഠം, ഗൗതം അനന്തനാരായണൻ. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.